ദൈവത്തിന് മഹത്വം ഉണ്ടായി. എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന സന്തോഷവും സ്നേഹവും നന്ദിയും ഒക്കെ പ്രകടിപ്പിക്കുക മാത്രമാണ് ഈ സമയത്ത് ഞാൻ ചെയ്യുന്നത്. ഡൽഹി മദ്രാസനത്തെ സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ മദ്രാസനത്തെ സഹായിക്കുവാനായിട്ട് സ്നേഹിതന്മാരുടെ ഒരു കൂട്ടം നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അവരുടെ പ്രതിനിധിയായിട്ട് രാജേഷ് മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ എങ്കിൽ തന്നെയും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളുടെ, സ്നേഹിതന്മാരുടെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുപാടും ഉണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. ഐക്കോൺ എന്ന് പറയുന്ന ആ നെറ്റ്വർക്കിനെ സംബന്ധിച്ച്, സംഘടനയെ സംബന്ധിച്ചൊക്കെയും പ്രിയപ്പെട്ട സന്യാസിനെ പറയുന്നത് ഗ്രേസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. നമ്മുടെ ഇടുക്കി മദ്രാസനത്തിൽ പെട്ട എല്ലാവർക്കും തന്നെ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതുകൊണ്ടുള്ള പ്രയോജനങ്ങളെക്കുറിച്ച് ഒക്കെ നന്നായിട്ടറിയാം. അതൊന്നും വിശദീകരിക്കുവാനായിട്ട് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഐക്കോൺ എന്ന് പറയുന്ന ആ സംഘടന അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിൽ പെട്ടിട്ടുള്ള സഹോദരങ്ങൾ നമ്മുടെ മദ്രാസനത്തിന് വളരെ വിലപ്പെട്ട സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മദ്രാസനത്തെ കുറിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഓർത്തഡോക്സ് ഭാഗങ്ങൾക്ക് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു മാർഗമായിട്ട് തീർന്നിരിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ ഒരു വർഷക്കാലം ഒത്തിരി സുഹൃത്തുക്കളെ നമുക്ക് ലഭിക്കുകയുണ്ടായി. നല്ല നല്ല ഒരുപാട് സുഹൃത്തുക്കൾ. ഇവിടെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇടുക്കി മദ്രാസനത്തിൽപ്പെട്ട ഞാനും നിങ്ങളും ഈ മദ്രാസനത്തെ കുറിച്ച് ചിന്തിക്കുന്നതിലുപരിയായി നമ്മൾ പലപ്പോഴും നമ്മുടെ ഇടവകയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഈ സുഹൃത്തുക്കൾ നമ്മുടെ മദ്രാസനത്തെ പറ്റി പൊതുവായി ചിന്തിക്കുവാനും എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, അതിലാരെയൊക്കെ സഹകരിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് നന്നായി ആലോചിച്ച് ചിന്തിച്ച് അതിനൊക്കെ മാർഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓർത്തഡോക്സ് ഹെറാൾഡ് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണമാണ് ആദ്യമായിട്ട് മദ്രാസനത്തെ കുറിച്ച് ലോകം അറിയുവാനുള്ള ഒരു മുഖാന്തരമായി തീർന്നത്. അതിൻ്റെ ചൂട് പിടിച്ചാണ് ഐക്കോൺ എന്ന് പറയുന്ന ആ സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കളാണ് എൻ്റെ അടുത്ത് വന്നത്. അതിനുശേഷം മിസ്റ്റർ എബ്രഹാം ഈ സ്ഥലത്ത് വന്ന് നമ്മുടെ എലിബറിയ, അതുപോലെ തങ്കമണി, കഞ്ഞിക്കുഴി, പൂർണ്ണ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. അദ്ദേഹം ഹെറാൾഡിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതിനേക്കാൾ വളരെ വ്യക്തമായി കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചു. പലപ്പോഴും പ്രസിദ്ധീകരണങ്ങൾ മനുഷ്യരെ വഴിതെറ്റിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ഉള്ളതിനേക്കാൾ കൂടുതൽ വലിപ്പത്തിൽ മറ്റുള്ളവരുടെ മുമ്പാകെ അതിശോക്തി കലർത്തി പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യവും. എന്നാൽ എബ്രഹാമിനെ ഇവിടെ വന്നപ്പോഴേ ഓർത്തഡോക്സ് ഹെറാൾഡിൽ വായിച്ചതിനേക്കാൾ ഉപരിയായി കൂടുതൽ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചപ്പോൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ദൈവരാജ്യത്തെ സഹായിക്കണം എന്നൊരു ചിന്തയുണ്ട്. അത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായൊക്കെ പങ്കുവെച്ചതുകൊണ്ട് ധാരാളം പേരെ എന്നെ നിത്യവും വിളിക്കുകയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അത് ഇടുക്കി മദ്രാസനത്തിന് കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അവരുടെ അത്യാവശ്യങ്ങൾ നിറവേറ്റുവാനും ഒക്കെയുള്ള മാർഗങ്ങളെ കുറിച്ച് അവർ പലപ്പോഴും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ആ നിലയിൽ ഇപ്പോൾ നമ്മുടെ മദ്രാസനത്തിലെ പല സ്ഥലത്തും പഴയ പള്ളികൾ ജീർണിച്ച് കിടന്നത്, അറ്റകുറ്റപ്പണികളില്ലാതെ കിടന്നതൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്താനും
ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പുതിയ പള്ളികൾ നമുക്ക് പൂർത്തിയാക്കാൻ, വേറെ ഒന്ന് സ്ഥലങ്ങളിലൊക്കെ പുതിയ സ്ഥലങ്ങൾ വാങ്ങിക്കാൻ ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഉപ്പൂന്ന് പള്ളി അത് വളരെ മനോഹരമായിട്ട് എൻ്റെ അറ്റകുറ്റങ്ങൾ പള്ളികളൊക്കെ നടത്തി. കരികുളം പള്ളി വളരെ മനോഹരമായിട്ട് എല്ലാ പള്ളികളും ചെയ്തു. പള്ളി പ്ലാസ്റ്ററിങ്ങും ഫ്ലോറിങ്ങും ഒക്കെ നടത്തി, സീലിംഗും ഒക്കെ നടത്തി. എല്ലാം നല്ല മനോഹരമാണ്. ഇവിടെ തങ്കമണിയിലെ പള്ളി എൻ്റെ ഏകദേശം 90% പണി കഴിഞ്ഞിരിക്കുക. ഇരുപടിയായാലും പ്രതീക്ഷിക്കൊക്കെ ഇട്ടു. വളരെ നല്ലൊരു പള്ളി. കാനവിലാസത്തിലും അതുപോലെ കഞ്ഞിക്കുടിയിലും ഇവിടെ പാമ്പാടും പാറയിലുമൊക്കെ അടുത്ത സമയത്ത് തന്നെ പുതിയ പള്ളികൾ പണിയാൻ തുടങ്ങുക. അരമനയിൽ നടക്കുന്ന പണികളൊക്കെ നിങ്ങൾക്കറിയാം. അതിനൊക്കെ ഉപരിയായിട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം ലക്ഷക്കണക്കിന് രൂപ നിങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ ഇടവകയിൽപ്പെട്ട പാവപ്പെട്ട സഹോദരങ്ങൾക്ക് വീട് വയ്ക്കാനായിട്ട്, പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിനായിട്ട്, ചികിത്സയ്ക്കായിട്ട്, കുട്ടികളുടെ പഠനത്തിനായിട്ടൊക്കെ കൊടുക്കാൻ ലക്ഷക്കണക്കിന് രൂപ കഴിഞ്ഞ വർഷം കൊടുത്തു. എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപയും 50,000 രൂപയും വെച്ച് ധാരാളം പെൺകുട്ടികൾ, ഒരു 10-25 പെൺകുട്ടികൾക്കെങ്കിലും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വിവാഹ സഹായമായിട്ട് കൊടുത്തു. 1 ലക്ഷം രൂപ വരെയൊക്കെ കൊടുത്തു. അതെല്ലാം ഇങ്ങനെ ബന്ധപ്പെട്ട് വന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ നേരിട്ട് പണം കൈപ്പറ്റാതെ ഈ ആവശ്യമുള്ള വ്യക്തികളെ പരിചയപ്പെടുത്തി കൊടുത്ത് അങ്ങനെ ആ തുകയൊക്കെ കൈമാറുകയും, അതുപോലെ തന്നെ ധാരാളം ആളുകൾക്ക് വീട് പണിക്ക് സഹായം ചെയ്തു കൊടുത്തു. ഇപ്പം തന്നെ പോകുന്നൊരു വീട് പണി നടക്കുന്നുണ്ട്, വാഴവരയിൽ ഒരു വീട് പണി നടക്കുന്നുണ്ട്. അതൊക്കെ നല്ല നിലയിൽ പൂർത്തീകരിച്ച് മുമ്പ് കൊടുത്തു. പഠിക്കാനും ധാരാളം കുട്ടികളെ പഠിക്കും. ഇവിടെക്കാരായിട്ടുള്ള 1-2 കുട്ടികൾക്ക് മുഴുവൻ പണവും ചിലവാക്കി എഞ്ചിനീയറിംഗ് കൊടുക്കുകയുണ്ട്. ജ്ഞാനവിലാസിൽ നിന്നുള്ള ഒരു കുട്ടിക്ക് മുഴുവൻ ചിലവ്, ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ സൗജന്യമായി കൊടുത്ത് മറ്റക്കരയിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നുണ്ട്. പീരുമേട് എഞ്ചിനീയറിംഗ് കോളേജിലെ 3-4 കുട്ടികൾ ക്ലാസ്സിൽപ്പെട്ട കുട്ടികൾക്ക് ഫീസ് മാത്രം വാങ്ങിച്ച് അതിലും ചില സൗജന്യങ്ങളൊക്കെ അനുവദിച്ച് പഠിപ്പിക്കുന്നു ഇവിടക്കരായിട്ടുള്ള കുട്ടികൾ. അതുപോലെ തന്നെ ITCയിലും കമ്പ്യൂട്ടറിലും ഒക്കെ കുട്ടികൾക്ക് മുഴുവൻ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നു. എല്ലാവർക്കും പൂർണ്ണമായ സൗജന്യമൊക്കെ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ തന്നെയും ഇപ്പോൾ തന്നെ ഈ സംഘടനയുടെ ചുമതലയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിദേശ നാടുകളിൽ പോയി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണിയെടുത്തുണ്ടാക്കുന്ന പണം നമ്മൾ വിചാരിക്കും അവിടെയൊക്കെ വളരെ സുഖമാണ്. ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടും ഇവിടുത്തേക്കാൾ കഷ്ടതയാണ്. ഇവിടെയാണ് നമുക്ക് നല്ല കാലാവസ്ഥയുണ്ട്, നല്ല പൂപ്രകൃതിയാണ്, നല്ല സുഖമായിട്ട് ജീവിക്കുക. അവിടെയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ടെൻഷനാണ്. അവിടെ താമസമൊക്കെ തന്നെ ബുദ്ധിമുട്ടാണ്, ജോലി ബുദ്ധിമുട്ടാണ്. പരിചയമില്ലാത്ത യജമാനന്മാരുടെ വീട്ടിൽ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം അവർ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടാണ് നമുക്ക് തരുന്നത്. ഒരു ദശാംശമൊക്കെ മാറ്റി വെച്ച് വെക്കാൻ നല്ല സുഖമായിട്ട് കിട്ടുന്ന പണമല്ലേ, വളരെ ബുദ്ധിമുട്ട് കിട്ടുന്നു. ഞാൻ പോയി ചെന്നപ്പോൾ നമ്മുടെ ഇവിടുന്ന് പോയിട്ടുള്ള പലരും താമസിക്കുന്നു, ജോലി ചെയ്ത് നോക്കാണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. കുവൈറ്റ് പള്ളിയിൽ പറഞ്ഞു എനിക്കൊന്നും തന്നെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ആളുകൾ ഇവിടെ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം. അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് പോയി ആളുകൾ ഗുണമുണ്ട്. ചെറിയ 10 അടി നീളം 10 അടി വീതിയൊക്കെയുള്ള ചെറിയ മുറിയിലൊക്കെയായി കൊണ്ടുവന്നത് കഴിയും. വളരെ ബുദ്ധിമുട്ട്, ഒരുപാട് പ്രയാസപ്പെട്ടുണ്ടാക്കുന്ന ഗുണം. നമുക്ക് ഇവരിലൊക്കെ ഈ തരുന്നത് ദൈവാത്മാവിൻ്റെ ഒരു പ്രേരണ കൊണ്ടാണ്. കർത്താവ് പറയുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുന്ന് ചെയ്തൊക്കെ എനിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിലൊക്കെയും ദൈവസാന്നിധ്യം കണ്ടെത്തുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നത് കൊണ്ടാണ്. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഒരവയവം മറ്റൊരവയവത്തെ ശുശ്രൂഷിക്കുന്നത് പോലെ. അപ്പം നമ്മുടെ കാല് നടന്നു പോകുമ്പോൾ കല്ലിൽ തട്ടി മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റെല്ലാ അവയവങ്ങളും പെട്ടെന്ന് അവിടേക്ക് ശ്രദ്ധ തിരിക്കും. കാരണം അവിടേക്ക് നോക്കും, കൈകൊണ്ട് അവിടെ തൂക്കും, എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ശരീരം മുഴുവൻ അവിടേക്ക് ശ്രദ്ധിക്കും. അത് തന്നെയാണ് ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറയും. അവിടെ പാവപ്പെട്ടവരും വലിയവരൊന്നും ഒന്നുമില്ല. നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒരുപോലെ സഹായം ചെയ്യുന്നവരാണോ സഹായം സ്വീകരിക്കുന്നവരാണോ വലിയവർ, ആരാണ് ചെറിയവർ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും പരസ്പരം കൊടുത്തും വാങ്ങിച്ചും ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്ക് ജീവിക്കണമെങ്കിൽ ആരെല്ലാം സഹായമാണ്. ഒരു ദിവസം ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരെല്ലാം സഹായിക്കും, ഒരു ഡ്രസ്സ് ഭംഗിയായിട്ട് ഇടണമെങ്കിൽ അതിനാരെല്ലാം സഹായിക്കും. ആരുടെയൊക്കെ ഏറ്റവും ചെറിയ ആളുകളുടെയൊക്കെ ഒരുപാട് സഹായം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും. തുണി അലക്കി ഭംഗിയാക്കി കരുതുകൊണ്ട് വൃത്തിയായിട്ട് നടക്കും. അത് തലമുടി വെട്ടി തരാൻ ആൾ വേണം.
എന്തെല്ലാം കാര്യങ്ങൾക്ക് ആരുടെയെല്ലാം സഹായിക്കണം. അപ്പോൾ ആരാ ചെറുത് ആരാ വലുതെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാം. നമ്മളെല്ലാവരും ഒന്നുമില്ലാതെ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, ആരും ഒന്നും കൊണ്ടല്ല. ഇവിടെ വന്നപ്പോൾ കുറച്ചൊക്കെ നമുക്ക് എന്തൊക്കെ ലഭിച്ചു, അതൊക്കെ ദൈവം തന്നാണെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ഇതൊക്കെ പങ്കുവയ്ക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇപ്പോഴിവിടെ ഈ സഹായത്തിൻ്റെ കരങ്ങളുമായി നീട്ടി കൊണ്ടുവന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ സ്നേഹിതരും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർ തരുന്ന തുക ചിലപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മര്യാദയല്ലെങ്കിൽ തന്നെയും അവർക്ക് നമ്മളോടുള്ളതായ ഒരു കൺസേൺ, നമ്മളോടുള്ളതായ നമ്മുടെ ആവശ്യങ്ങളിലുള്ള അവരുടെ പങ്കാളിത്തവും അവർക്ക് നമ്മളോട് മനോഭാവം വളരെ വലുതാണ്. നമ്മൾ നോക്കണം, നമുക്ക് അവരുടെ പിന്തുണ തന്നിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതായ ഒരു പിന്തുണ, അവരുടെ ആശംസ, അവരുടെ പ്രാർത്ഥനയൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ ഈ സഹായങ്ങളൊക്കെ നമ്മൾ ലഭിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്നവരുടെ പണം അവർ നമ്മൾ കൊണ്ട് തരുമ്പോൾ നമുക്ക് പലപ്പോഴും പലരെയും പണം കൊടുത്ത് സഹായിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും മറ്റു പല വിധത്തിലും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും. നമ്മുടെ നല്ല വാക്കുകൾ കൊണ്ട്, നമ്മുടെ സ്നേഹമിശ്രണമായ സാന്നിധ്യം കൊണ്ട്, ഒരു തലോടൽ കൊണ്ട്, ഒരാശ്വാസ വാക്കുകൊണ്ട്, ഒന്ന് കൈപിടിച്ച് ഒന്ന് പൊക്കുന്നത് കൊണ്ട്, ഏതെല്ലാം തരത്തിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും. പണം കൊണ്ട് കിട്ടുന്ന സഹായങ്ങളെക്കാൾ വലുതാണ് ഒരു സ്നേഹിതന്റെ ഒരു സാന്നിധ്യം കൊണ്ട് പറയും. അയൽവക്കക്കാരനെ ഒന്ന് സ്നേഹിക്കുക, അവരുടെ ആവശ്യങ്ങളിൽ അവരോടൊന്ന് സഹകരിക്കുക, അവരുടെ അത്യാവശ്യം വരുമ്പോൾ അവരെ ഒന്ന് പോയി കാണുക, ഒന്ന് പ്രാർത്ഥിക്കുക, എന്തെല്ലാം തരത്തിൽ നമുക്ക് ചെയ്യാം. നമ്മൾ വിചാരിക്കും എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ എന്താ കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ തന്നെ ഇവിടുന്ന് കിട്ടുന്ന ഈ സഹായങ്ങൾ അതിൻ്റെ പണത്തിൻ്റെ വലുപ്പത്തിലല്ല, നമ്മെക്കുറിച്ച് കരുതലുള്ള, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ ഉയർച്ചയിൽ ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുപാടും ഉണ്ടെന്നുള്ളത് നമ്മളാണ്. പല വീടുകളിലും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിരിക്കുന്ന പണം എടുത്തുകൊണ്ടുപോയി മദ്യപിക്കുന്ന ആളുകളെ ഇത് നന്നായിട്ടറിയാം. കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ വെച്ചിരിക്കുന്ന പണം എടുത്തുകൊണ്ടുപോയി മദ്യപിച്ചിട്ട് വന്ന് ഭാര്യയെ ഉപദ്രവിക്കുക, കുഞ്ഞുങ്ങളെ ചീത്ത പറയുക, കുഞ്ഞുങ്ങളെ പട്ടിണി കിടക്കുന്ന ഭവനങ്ങൾ ധാരാളമാണ് നമുക്കറിയാം. പലപ്പോഴും നമ്മൾ പണം നല്ലതുപോലെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി എങ്ങനെ പണം ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പ്രയാസമുള്ളത്. അതുകൊണ്ട് പണം എന്ന് പറയുന്നത് അത് വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. പല ഭവനങ്ങളിൽ തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. പണം എങ്ങനെ ഉപയോഗിക്കണം, ഇതെങ്ങനെ കിട്ടുന്നതാണെന്ന് നമുക്കറിയാമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസ സഹായത്തിനുള്ള പണമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യേണ്ട ആവശ്യകത എത്രമാത്രം വലുതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം വിദേശത്ത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി. ഇടുക്കി മദ്രാസിൽപ്പെട്ട വിരളെണ്ണാൻ പോലും ആളുകളെ അവിടെ കാണാൻ സാധിച്ചില്ല. ദോഹയിൽ പോയപ്പോഴേ നെറ്റിത്തൊഴു ഇടവകയിൽ ഒരു പെൺകുട്ടിയെ മാത്രം. അതേസമയത്ത് മറ്റു മദ്രാസങ്ങളിൽ നിന്നൊക്കെ എന്തോരം പേരുണ്ട്, ധാരാളം ആളുകൾ. അതായത് വേദി പോയപ്പോൾ 1-2 പേര്, അതിലൊരാളാണ് തികച്ചും മദ്യപാനി. ഭയങ്കര പ്രശ്നങ്ങളാണ്, കുറ്റപ്പെടുത്തി പറയുകയില്ല. അതുപോലെ മറ്റു പല സ്ഥലത്തും പോയിട്ട് ഇടുക്കി മദ്രാസനത്തിൽ നിന്ന് വളരെ ചുരുക്കം 1-2 പേരെ കണ്ടെങ്കിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കലാനുസൃതമായ വിദ്യാഭ്യാസം നൽകുവാനായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് കുറെ കൂടെ കൂടുതൽ ശ്രദ്ധിക്കാം. നമ്മൾ മദ്രാസനത്തിന് ചെയ്യാവുന്ന സഹായങ്ങൾ ഏതെങ്കിലും തരത്തിലൊക്കെ ചെയ്യാവുന്ന ഒത്താശകൾ ഒക്കെ ചെയ്തതിലും, അതുപോലെ തന്നെ ഈ ഇതുപോലെയുള്ളതായ നല്ല സുഹൃത്തുക്കളെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട്, സ്നേഹിതന്മാരുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് അർഹതപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവർക്ക് സഹായിക്കാം. നമ്മളത് അറിയുന്നത് നമ്മൾ അവരോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ല ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കണം എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. പണം നല്ലതുപോലെ ഉപയോഗിക്കണം. മറ്റുള്ളവർക്ക് ആവശ്യങ്ങൾ വരുമ്പോഴേ നമ്മുടെ സഹായങ്ങൾ കൈപ്പറ്റുന്നവരായി മാത്രം തീരാതെ മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിലൊക്കെ സഹായിക്കുക. നമ്മുടെ ഒരു നോട്ടം കൊണ്ടോ, ഒരു വാക്കുകൊണ്ടോ, ഒരു കൈത്താങ്ങൽ കൊണ്ടോ, ഒരു സന്ദർശനം കൊണ്ടോ ഒക്കെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തുക തരുന്ന, സംഭാവന നമുക്ക് തരുന്ന ആളുകൾ നമ്മളെക്കാൾ വലുത്, നമ്മൾ വാങ്ങിക്കുന്നവരാണ് മോശം ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്.
കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. ഒരവയവം വലുതെന്ന് ഒരവയവം ചെറുതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒത്തിരി പേരുടെ സഹായം ഉണ്ടെങ്കിൽ ഒരു ദിവസം സദ്യ വരെ കഴിച്ചു കൂട്ടാനുള്ളത്. ഒത്തിരി പേരെന്നെയും സഹായിക്കും. അവരുടെ നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ സമൂഹത്തിൽ വലിയ അറിവൊന്നും ആയിരിക്കത്തില്ല, തീരെ പാവപ്പെട്ടെ. അവരെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്നത്. പണം കൊണ്ട് കിട്ടുന്നതിനേക്കാൾ വലിയ ആശ്വാസം അവരുടെ സാന്നിധ്യം, അവരുടെ ശുശ്രൂഷയും. അതൊക്കെ നമ്മൾ മനസ്സിൽ കരുതി നന്ദിയുള്ളവരായിരിക്കണം. പ്രത്യേകിച്ച് ഐക്കോട്ട് എന്ന് പറയുന്ന ആ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കളുടെ ഒരു വലിയ സമൂഹമുണ്ട്. ആ സംഘത്തോട് ഇടുക്കി മദ്രാസിന് പ്രത്യേകിച്ച് ബലഹീനായ എനിക്ക് ഇവിടെ എല്ലാ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. മേലിലും അവരുടെ കൈത്താങ്ങൾ തീർച്ചയായിട്ടും മദ്രാസിനോട് ഉണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് ഞാൻ അങ്ങോട്ട് നിന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചു വന്നതല്ല. അവരെ കാണാതായ ആളുകളെ അന്വേഷിച്ചു വന്നതുപോലെ ദൈവാത്മാവിൽ പ്രേരിതരായി ഇങ്ങോട്ട് വന്ന് അവരുടെ സഹായത്തിൻ്റെ കാര്യങ്ങൾ നീട്ടുകയായിരുന്നു. ആവശ്യക്കാരൻ നമ്മൾ നോയമ്പിൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ വയലുകൾ കൃഷിക്കാരൻ്റെ പുറകെ അങ്ങോട്ട് പോവുകയല്ല ചെയ്യുന്നത്. കൃഷിക്കാരൻ വിത്തെടുത്തുകൊണ്ട് വയലിലേക്ക് വന്ന് വിതയ്ക്കുകയായിരുന്നു ചെയ്യുന്നതെന്ന് പിതാക്കന്മാർ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് പോലെ ഈ സംഘടന, ഈ സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, ഇവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവഹിതപ്രകാരം നല്ല പൂർത്തീകരണത്തെ അവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവരുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും അനുഗ്രഹിക്കട്ടെ. 30, 60, 100 ഇരട്ടിയായി അവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കട്ടെ. അവരുടെ പ്രതീക്ഷ പോലെ തന്നെ അവര് കൈത്താങ്ങലുകൾ കൊടുക്കുന്ന ആളുകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി നല്ല ഫലങ്ങൾക്ക് കൂടിയിരിക്കുന്നവരായി അവരുമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രാജേഷ് നല്ല ഒരു ചെറുപ്പക്കാരനാണ്, നല്ല ദൈവസ്നേഹമുള്ളവനാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെയൊക്കെ വന്ന് ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുവാൻ മനസ്സ് കാണിച്ചു. കുടുംബമൊക്കെ കൂടെയുണ്ട്. അവരെല്ലാവരെയും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കും. ഇനിയും ഈ മദ്രാസിൻ്റെ നല്ല സുഹൃത്തുക്കളായിട്ട് ഈ കുടുംബം, രാജേഷും കുടുംബവും സ്നേഹിതന്മാരും വർദ്ധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. നാട്ടിൽ വരുമ്പോഴൊക്കെ രാജേഷ് തീർച്ചയായിട്ടും ജന്മതയിൽ വരണം, നിങ്ങളോട് താമസിക്കണം, ആ സന്തോഷമൊക്കെ പങ്കിടുവാൻ സാധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഗ്രേസ് സൊസൈറ്റിയുടെ പ്രവർത്തകരെ സന്നിഹിച്ചിട്ടുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സഞ്ചയിച്ചിട്ടുണ്ട്, ജയിക്കും സാറുണ്ട്. അവർക്കൊക്കെ ആകുന്ന രീതിയിൽ അവർ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മളെല്ലാം കൂടി അല്പം കൂടെയൊക്കെ ശക്തിയും ബലവുമൊക്കെ അവർക്ക് കൊടുത്താൽ മതി. നമ്മുടെ ഭാവുമുണ്ട്, ജോലിയുണ്ട്. ഇവരെല്ലാവരെയും പ്രവർത്തിക്കുന്ന ആളുകളെ കുറേശ്ശെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ നല്ല താല്പര്യമുള്ളവരും നല്ല സന്മനസ്സുള്ളവരുമായ ആളുകളാണ്. എല്ലാവരെയും എനിക്കറിയത്തില്ല, പേര് ഓർക്കുന്നില്ല. കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മദ്രാസിൻ്റെ ഏറ്റവും സീനിയർ മെമ്പറാണ് നമ്മുടെ കോട്ടയങ്ങളെ ജോലിച്ചാൻ ഇവിടെയുണ്ട്. നമ്മുടെ മദ്രാസ് സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറിയാച്ചനും നമ്മുടെ PR ഡോക്ടർ രാജു ഫിലിപ്പുണ്ട് ഇവിടെ. അതുപോലെ തന്നെ കോട്ടയങ്ങളിലെ മോനുണ്ട്. മറ്റിടവകാംഗങ്ങളായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ സൊസൈറ്റിയെയും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയും കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.